നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നിങ്ങൾ ടൈറ്റിലിൽ കണ്ട പോലെ നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ് നമ്മളുടെ ഒരു സബ്സ്ക്രൈബറിന്. ഒന്നാണോ അതോ 2-3 പേർക്ക് കൊടുക്കണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ, ഇത് നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ സ്റ്റുഡിയോയിലാണുള്ളത്. യെസ്, അവർ സ്റ്റുഡിയോ കണ്ടല്ലേ, കൊത്തത്തിൽ അലങ്കോളമായിട്ടുണ്ട്. ശ്വേത താഴേക്ക് ക്യാമറ കാണിക്കണ്ട, മുകളിലെ ഭാഗം മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ സ്റ്റുഡിയോ ടൂറിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ആ സർപ്രൈസ് കർമ്മം നമുക്ക് ആദ്യമേ അങ്ങ് നിർവഹിക്കാം അല്ലെ? ഓക്കെ, അപ്പോ ഞാൻ ഇവിടെ ഇരുന്നാ പറയാം, കുഴപ്പമില്ലല്ലോ. യെസ്, ഓക്കെ. അപ്പൊ സർപ്രൈസ് എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം എനിക്കൊരു കാർഡ് വന്നു. കാർഡ് എന്ന് പറഞ്ഞാൽ കാർഡല്ല, ഒരു ലെറ്റർ വന്നു. അപ്പൊ ഇതാണ് ആ ലെറ്റർ. ഇത് കേട്ടോ, കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞൊരു സുഹൃത്ത് കായംകുളം ഭാഗത്ത് എവിടെന്നോ അയച്ച ഒരു കത്താണ്. അപ്പൊ ഇത് പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്കിനും സ്പീഡ് പോസ്റ്റിലൊക്കെ ആട്ടോ അയച്ചേക്കുന്നത്. അപ്പൊ ഇത് പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്കിനും വളരെ രസകരമായിട്ട് ഒരു കൊച്ചു കുട്ടി എഴുതിയിരിക്കുന്ന ഒരു കത്ത്. ഇത് കണ്ടോ? പ്രിയപ്പെട്ട സുജിത്ത് ഏട്ടൻ അറിയാൻ, എന്റെ പേര് കുഞ്ഞുണ്ണി, ഞാൻ കായംകുളം എരുവ ഭാഗത്താണ് താമസിക്കുന്നത്. ഞാൻ സുജിത്ത് ഏട്ടന്റെ ആരാധകനാണ്. യൂട്യൂബിൽ എപ്പോഴും ഞാൻ സുജിത്ത് ഏട്ടന്റെ വീഡിയോസ് ആണ് കാണുന്നത്. കാണിച്ചു കൊടുക്ക, ഇങ്ങോട്ട് കാണിച്ചു കൊടുക്ക, ഇവിടെ അടുത്ത് വന്നിട്ട്. യൂട്യൂബിൽ എപ്പോഴും പലവട്ടം ഞാൻ സുജിത്ത് ഏട്ടനെ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഫോൺ ആരും എടുത്തില്ല. മെസ്സേജ് അയക്കാനും ശ്രമിച്ചു, അതിനും ആരും മറുപടി തന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ രാജധാനി എക്സ്പ്രസിന്റെ ആണ്. സുജിത്ത് ഏട്ടനും ശ്വേത ചേച്ചിയുടെയും വീഡിയോസ് കാണുന്നുണ്ട്. ഇതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താ അറിയോ? പെൻസിൽ കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ആ കുട്ടി 2ാം ക്ലാസ്സിൽ എന്റെ വീഡിയോസ് കണ്ടു തുടങ്ങിയതാണ്. ഇപ്പൊ ആ കുട്ടി 5ാം ക്ലാസ്സിലെത്തി. അപ്പൊ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ആ കുട്ടി നമ്മുടെ വീഡിയോസ് മുടങ്ങാതെ കാണുന്നു എന്നാണ് ആ കുട്ടി എഴുതിയിരിക്കുന്നത്. അപ്പൊ കുഞ്ഞുണ്ണി അഥവാ അഭിഷേക് അഖിലേഷ് ആണെന്ന് തോന്നുന്നു. താഴെ ഒപ്പ് വരെ ഉണ്ട്. എന്തോ ഒരു നമ്പർ എഴുതിയിട്ട് തെറ്റിച്ചിട്ട് അത് ഇറേസർ വെച്ചിട്ട് മായ്ച്ച് കളഞ്ഞിട്ട് വരെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ കുഞ്ഞുണ്ണി എന്തായാലും വിളിക്കണമല്ലോ, കാരണം ഇത്രയും നല്ലൊരു ലെറ്റർ കുറെ നാൾക്ക് ശേഷമാണ് എനിക്ക് ആരെങ്കിലും ഒരു ലെറ്റർ ഒക്കെ അയക്കുന്നത്. സാധാരണ കുറെ കൊറിയറും പാഴ്സലൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ടെങ്കിലും ഒരു കത്തായിട്ട് വരുന്നത് കുറെ നാളിന് ശേഷമാണ്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് വിളിക്കണ്ടേ? വിളിക്കാം. കുഞ്ഞുണ്ണിയുടെ നമ്പറാണോ ആരുടെ നമ്പറാണോ നമുക്ക് അറിയില്ല. നമുക്ക് നോക്കാം എന്താന്നുള്ളത്. എടുക്കുന്നില്ലല്ലോ, എടുത്തില്ല. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. അതല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആരെങ്കിലും വിളിച്ചൊരു സർപ്രൈസ് കൊടുക്കാന്ന് പോയി കഴിഞ്ഞാൽ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, എന്താ ചെയ്യാ? 3ാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്യുന്നു സുജിത്ത്. ഹലോ, ഇത് കുഞ്ഞുണ്ണിയുടെ നമ്പറാണോ? കുഞ്ഞുണ്ണി ആണോ? ഇതാരാ സംസാരിക്കുന്നത്? ആണോ? അമ്മയുടെ പേരെന്താ? ഇതാരാന്ന് മനസ്സിലായോ? ശബ്ദം കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ ആരാണെന്ന്? ഞാനൊരു ഹാപ്പി ന്യൂ ഇയർ പറയാൻ വേണ്ടി വിളിച്ചതാ. എന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ല? ഷൂ 2ാം ക്ലാസ് മുതല് കുഞ്ഞുണ്ണി എന്റെ വീഡിയോസ് കണ്ടു തുടങ്ങിയതാണെന്ന് പറഞ്ഞായിരുന്നു. അമ്മയുടെ പേരെന്താ? വെക്കൂല. നിങ്ങളെ വിളിച്ചതാ, കുഞ്ഞുണ്ണിയോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ. വിളിച്ചിട്ട് പോയോ? കുഞ്ഞുണ്ണി ഹലോ, കുഞ്ഞുണ്ണിയാണോ? കുഞ്ഞുണ്ണി ഞാനാ, സുജിത്താ. എറണാകുളത്തോ? എന്തിന്? ഓ അങ്ങനെ, അത് ശരി. എവിടാ കുഞ്ഞുണ്ണിയുടെ വീട്? എവിടെയാ? കായംകുളത്താണോ? എരുവേലാണോ? അത് ശരി. എന്റെ ബന്ധുക്കളുടെ ഒക്കെ വീടുണ്ട് കേട്ടോ അവിടെ ആ സ്കൂളിന്റെ അടുത്താ. TD ടെമ്പിൾ ഇല്ലേ? TD ടെമ്പിൾ അതിന്റെ അടുത്താ. ചന്ദ്രിക ടീച്ചറിനെ അറിയോ?
അതെ ആ അതെ അതെ ആ എന്റെ അച്ഛന്റെ ചേച്ചിയാ. തീർച്ചയായും. അപ്പൊ കുഞ്ഞുണ്ണി ഏത് ക്ലാസ്സിലാ? ഇപ്പൊ 5ാം ക്ലാസ്സിലാണോ? കുഞ്ഞുണ്ണിയുടെ ഒരു കത്ത് കിട്ടിയപ്പോ വിളിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വിളിച്ചാണ് കേട്ടോ. ഇതെന്റെ നമ്പർ അല്ല, ഞാൻ ജസ്റ്റ് വിളിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പം കുഞ്ഞുണ്ണിയുടെ അന്വേഷണം പറയൂ. ഒരു ദിവസം കായങ്ങൾ തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ, ബിലേറ്റഡ് ക്രിസ്മസ് വിഷസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അടിച്ചു പൊളിക്കട്ടാ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാ? എത്ര തവണ കണ്ടത്? അത് ശരി. നിനക്ക് ഇഷ്ടപ്പെടാത്ത വീഡിയോ ഏതാ? ഇഷ്ടപ്പെടാത്ത വീഡിയോ ഏതാണ്? ഒട്ടും ഇഷ്ടപ്പെടാത്ത വീഡിയോ? ഓക്കെ. അപ്പൊ എന്തായാലും നന്നായി പഠിക്ക്, അടിച്ചു പൊളിക്ക്. ഓക്കെ, അപ്പം വെക്കട്ടെ. ഞാനിവിടെ കേട്ടോണ്ടിരിക്കാ മോനു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പൊ ബൈ. ചെറുക്കന്റെ സന്തോഷം കണ്ടല്ലേ? അല്ലേ? സന്തോഷല്ലേ? എനിക്ക് ഇതുപോലെ ധാരാളം കത്തുകൾ വരാറുണ്ട് കേട്ടോ. പക്ഷെ ഈയിടെ ആയിട്ട് കുറെ നാളായി കത്ത് വന്നിട്ട്. പണ്ട് എനിക്ക് ധാരാളം കത്തുകൾ വരാറുണ്ട്. സൂക്ഷിച്ചു വെക്കാറുണ്ട്. എല്ലാം ഇങ്ങനെ തിരിച്ചു വിളിച്ചില്ല എന്നുണ്ടെങ്കിലും വരുന്ന കത്തുകളൊക്കെ നമ്മളിവിടെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. നിങ്ങൾ അയക്കുന്ന പല ഗിഫ്റ്റുകളും നമ്മളിവിടെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. കത്ത് മാത്രമല്ല, എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്മസ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. സുജിത്ത് ഭക്തൻ ആരയച്ചത്? കജിൻ കെ എന്ന് പറഞ്ഞ ഒരാള് ബാംഗ്ലൂരിൽ നിന്ന് അയച്ച കേട്ടോ. കജിൻ കെ. എനിക്ക് തോന്നുന്നു ഏതൊരു കുട്ടികളാണെന്ന് തോന്നുന്നു. ആശംസകളെല്ലാം ഒരു വാട്സപ്പ് ഫോർവേഡിൽ ഒതുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗ്രീറ്റിംഗ് കാർഡ് എന്ന പഴയ രീതി പൊടിതട്ടി എടുക്കാനുള്ള ഒരു പരിശ്രമം. ഡിയർ സുജിത് ബ്രോ, ഒരു ഹാപ്പി ന്യൂ ഇയർ കാർഡ്. കജിൻ എന്നല്ലേ എഴുതിയേക്കുന്നേ? ഫോട്ടോഗ്രാഫി ആൻഡ് ഡിസൈൻഡ് ബൈ മീ. അത് ശരി. അപ്പൊ കജിൻ സ്വന്തമായിട്ട് എടുത്ത ഒരു കേക്കിന്റെ ഫോട്ടോ എടുത്ത് സ്വന്തമായി ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു ക്രിസ്മസ് കാർഡ് അല്ലേ? സന്തോഷം. അപ്പോ ഞാൻ പറഞ്ഞു, നമുക്ക് ധാരാളം ഗിഫ്റ്റുകളും ധാരാളം സംഭവങ്ങളും നമുക്ക് ഇവിടെ വരാറുണ്ട്. അതിൽ എനിക്ക് സ്പെഷ്യൽ എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കുറെ ഗിഫ്റ്റുകളും മറ്റുമൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷമുണ്ട്. അതേപോലെ ധാരാളം ആളുകൾ നമുക്ക് ഇത്തവണ നമ്മളുടെ ക്രിസ്മസ് കേക്കുകൾ നമുക്ക് തന്നു. അപ്പൊ അതിൽ കഴിഞ്ഞ ദിവസം വന്നൊരു കേക്ക്, കഴിഞ്ഞ ദിവസം അല്ല, ഇന്ന് ഞാൻ പൊട്ടിച്ചതേ ഉള്ളൂ. ഈ കേക്ക് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. റോയൽ ഡ്രൈവിലെ മുജീബിക്ക അയച്ചാണിത്. നല്ലൊരു പ്ലം കേക്ക് ആയിരുന്നു. ഇത് പൊട്ടിച്ച് ഞങ്ങൾ കഴിക്കുകയും ചെയ്തു എന്നല്ലേ. നല്ല പ്ലം കേക്ക് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് മാരിയറ്റ് ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു അല്ലേ? കൊച്ചി മാരിയറ്റിൽ നിന്നാണെന്ന് തോന്നുന്നത് വന്നത്, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തത്. കൊച്ചി മാരിയറ്റ് ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. ഇറ്റ്സ് നൈസ്. നല്ല പാക്കിങ്ങും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പുതിയ വണ്ടിയിൽ വെക്കാനായിട്ട് അദ്ദേഹം ടിഷ്യൂ ബോക്സ്, നല്ല അടിപൊളി ടിഷ്യൂ ബോക്സ് കണ്ടല്ലേ? കാരണം ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ്. കണ്ടോ? ഇതിപ്പോ എനിക്ക് അയച്ചു തന്നതും അതേപോലെ തന്നെ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനും ആളുകൾക്കും ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊടുക്കുന്നതും തന്നെ ഒരു വലിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ടിഷ്യൂ ബോക്സ്. പിന്നെ വണ്ടിയിൽ സ്മെല്ല് വരാനായിട്ട് തൂക്കിയിടുന്ന ആ ഒരു ഫ്രാഗ്രൻസ് കിട്ടുന്ന ഒരു സാധനം. ഇതിങ്ങനെ ജസ്റ്റ് ഇതിപ്പം എയർ ടൈറ്റ് ആയിട്ട് സീൽ ചെയ്തിരിക്കുകയാണ്. ഇത് പൊട്ടിച്ചിട്ട് നമ്മൾ ആ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല മണം വണ്ടിക്കകത്ത് മുഴുവൻ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സംഭവം. അപ്പോ പിന്നെ എന്താണ്, പിന്നെ നമുക്ക് ഇവിടെ കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇത് വേണോ? ഇതെന്താ ഇങ്ങനെ? അത് അതിൽ വെച്ച് അത് ഓൺ ആക്കണം. അങ്ങനെയാണല്ലേ? ഇത് മറ്റൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന്. ഇത് ആരയച്ചതാ? W+ എന്ന് പറഞ്ഞ ഒരു ഫേം ആണോ അത് ഫേം ആണ്. അവര് അന്ന് അവരുടെ ലോഗോ ഇനോഗ്രേറ്റ് ചെയ്ത് അവര് തന്നെ തന്ന സാധനമാണ്. സോറി, അവരുടെ ലോഗോ നമ്മൾ പ്രകാശനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നടു റോഡിൽ നിന്നിട്ടാട്ടോ. അത് ഭയങ്കര ഒരു കോമഡി ആയിരുന്നു. അവരെനിക്കൊരു ഷൂസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഒരു കൊളംബിയയുടെ ഒരു ഷൂസ്, നല്ലൊരു ഷൂസ് ആയിരുന്നു. ഐ ലൈക്ക് ഇറ്റ്. അതിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവരയച്ച എന്തൊരു സാധനമാണ് ഇത് കണ്ടില്ലേ? ഈ ഫോട്ടോയിൽ ഞാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നീ സുന്ദരിയാ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് വെച്ച് ഓൺ ആക്കി നോക്കാം അല്ലേ? അപ്പൊ ഇവിടെ ഇതെല്ലാം കുറെ സംഭവങ്ങൾ ഇങ്ങനെ ചാർജ് ചെയ്യാൻ വേണ്ടി കുത്തിയിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ലാപ്ടോപ്പിന്റെ അങ്ങോട്ട് ഊരാം, എന്നിട്ട് ഇത് അങ്ങോട്ട് കുത്താം.
ഓ ഇതിങ്ങനെ കറങ്ങുമല്ലേ? കറങ്ങും. യെസ്. അത് ശരി. ഞാൻ അയ്യോ അത് പോയി. അത് പോട്ടെ. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ലൈറ്റ് ഓഫ് ചെയ്ത് നമുക്ക് കാണിക്കാം. നല്ല ഭംഗി. അടിപൊളിയല്ലേ? നല്ല ഭംഗിയാണ്. അപ്പൊ ഇതിങ്ങനെ ഓണാക്കി വെച്ച് കഴിഞ്ഞാല് അത് കറങ്ങും. ഇതിങ്ങനെ പതുക്കെ കറങ്ങിക്കൊണ്ടിരിക്കും. യെസ്. കൊള്ളാല്ലേ സാധനം? That's so nice. That's beautiful. അപ്പൊ നമുക്ക് ലൈറ്റ് ഇടാം വീണ്ടും. യെസ്. ലൈറ്റ് പ്രകാശം പരക്കട്ടെ. പിന്നെ നമുക്കുള്ളത് നമ്മുടെ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ലേ? മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കടലാസു വഞ്ചി എന്ന് പറഞ്ഞ അവരുടെ ഒരു ആനുവൽ മാഗസിൻ ആണ്. അപ്പൊ ഇത് ഇത്തവണ ഓൺലൈൻ ആയിട്ടാണ് ഇതിന്റെ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മളുടെ ഒരു നല്ലൊരു ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതെവിടെ ചെയ്താ? കുറച്ച് ബാക്കിലാണ്. എവിടെയത് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ആർട്ടിക്കിൾസ് ഇവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. കുറെ നല്ല ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് കടലാസ് വഞ്ചി എന്ന് പറഞ്ഞ പേരിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? സന്തോഷ് കൊളങ്ങര, അതേപോലെ തന്നെ താഴെ സുജിത് ഭക്തൻ. അതിനകത്ത് ഞാൻ എഴുതി കൊടുത്തിരിക്കുകയാണ്. ഉണ്ടല്ലേ? എന്റെ കരിയർ ഇത് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ചാൽ മതി. ഇത് ശരിക്കും എന്റെ മനസ്സിൽ നിന്നും വന്ന ഒരു കാര്യം ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തതാണ്. അതേപടി അവരത് അതിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് എവിടെ തപ്പിയെടുക്കട്ടെ? അതേ വന്നു. കണ്ടാ? പ്രണയം മൂന്നാറിനോട്. കണ്ടാ? See this? Yes. മൂന്നാർ. ശരിക്കും മൂന്നാർ പോയിട്ട് എത്ര നാളായല്ലേ? വണ്ടി എടുത്തിട്ട് പോകണ്ടേ? പോണം. പ്രണയം മൂന്നാറിനോട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡ്രീം ക്യാച്ചർ റിസോർട്ടിൽ വെച്ച് എടുത്ത ഫോട്ടോ ആണ് ഇത്. പക്ഷേ മൂന്നാറല്ല, ഇത് വാഗമണിൽ വെച്ച് എടുത്തതാണ്. ഈ ഫോട്ടോ ഞാൻ എടുത്ത ഫോട്ടോയാ. ഇത് രണ്ട് ശ്വേത എടുത്തത് ഫോട്ടോ പോരെ? ഇത് ഞാൻ ശ്വേതങ്ങളുടെ ഡ്രീം ക്യാച്ചർ റിസോർട്ടിൽ നിൽക്കുന്ന ഫോട്ടോ. പിന്നെ നമ്മൾ എഴുതിയ മൂന്നാറിനെ കുറിച്ചുള്ള ഒരു ലേഖനം. ഇത് നമ്മുടെ ജസ്റ്റിൻ ചേട്ടന്റെ കാന്തല്ലൂരിലുള്ള റിസോർട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോ. അതെ, എമിലും അഞ്ചും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മള് ഗോൾഡ് പ്ലേ ബട്ടൺ കിട്ടിയ ഫോട്ടോ. പിന്നെ നമ്മൾ മൂന്നാറ് പോയി വരുന്ന വഴിക്ക് എടുത്ത ഫോട്ടോ വെച്ചിട്ടൊക്കെയുള്ള സംഭവം. അപ്പം ഇത് അവര് ബുക്ക് പ്രകാശനം ചെയ്തതിനു ശേഷം എനിക്ക് തന്നെ അയച്ചു തന്നായിരുന്നു. ഇതും ഞാനിവിടെ സൂക്ഷിച്ച് ഭദ്രമായിട്ട് വെക്കും. കാരണം ദിസ് തിങ്സ് മീൻസ് എ ലോട്ട് അല്ലെ? പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് യൂട്യൂബേഴ്സ് അവാർഡ് കിട്ടിയ അവാർഡാണ് ഇത്. നമുക്ക് ബെസ്റ്റ് ട്രാവൽ വ്ളോഗർക്കുള്ള ഒരു അവാർഡ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് സാധനങ്ങൾ അവിഡേ എന്ന് പറഞ്ഞിട്ട് അവിഡേ അവാർഡ് നൈറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതിന്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വ്ളോഗായിട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അത് കിട്ടുന്ന സമയത്ത് മാത്രം ഇമ്മീഡിയറ്റ്ലി ക്യാമറ ഒരാളുടെ കൊടുത്തിട്ട് ഒരു ചെറിയ വീഡിയോ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോ താങ്ക് യു സോ മച്ച് അഗെയിൻ അവിഡേ ഫോർ ദാറ്റ്. പിന്നെ ഉള്ളത് നമ്മുടെ പുതിയൊരു ഫോൺ നമ്മൾ കഴിഞ്ഞ ദിവസം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു. 10T Pro, Mi 10T Pro. ഞാനിപ്പോൾ അത് സെക്കൻഡറി ഫോണായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫോണാണ്, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇതിന്റെ ക്യാമറ അടിപൊളിയാണ്. ഇതിനകത്ത് ഒരു കിഡിലൻ ഫീച്ചർ ഉണ്ട്. അതെന്താണെന്നറിയോ? വ്ളോഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഷൂട്ട് ചെയ്യാം ഇതിനകത്ത്. ഇതിനകത്തെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇത് കണ്ടില്ലേ? ഇപ്പൊ ഇതിനകത്ത് മൂവി ഫ്രെയിം എന്ന് പറഞ്ഞ സംഭവം കണ്ടോ? നമുക്ക് ഈ ഗ്രിഡ് ബാർസ് ഇല്ലേ, അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് ബ്ലാക്ക് ബാർ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യുന്ന ഫീച്ചർ ഒക്കെ ഉണ്ട്. അത് ഓൾറെഡി അത് കൊടുത്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. വീഡിയോ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ, നല്ല സ്റ്റെബിലിറ്റിയിൽ 8K വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഇത് കണ്ടോ? അതിന്റെ സ്റ്റെബിലിറ്റി കണ്ടോ? 8K വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് ഇവിടെ മോറിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡ്യുവൽ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കണ്ടില്ലേ? ഡ്യുവൽ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാം. നമ്മൾ പണ്ട് ഷൂട്ട് ചെയ്തിട്ട് പലർക്കും ഇഷ്ടപ്പെടാതിരുന്നൊരു ഫീച്ചറാണത്. പിന്നെ ഇതിനകത്ത് വ്ളോഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് കണ്ടോ? വ്ളോഗ്. അപ്പോൾ വ്ളോഗിനകത്ത് നമ്മൾ ഇതിനകത്ത് കുറേ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് തീംസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഈ സ്റ്റുഡിയോയുടെ ഒരു ചെറിയൊരു 12 സെക്കൻഡ് ഉള്ള ഒരു ക്ലിപ്പ് ഞാൻ ഇത് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ നോക്കണേ. അപ്പൊ ഇതിനകത്ത് ഞാനിപ്പോ റെക്കോർഡ് പ്രസ് ചെയ്യാണേ. അപ്പൊ അത്രയും ഷൂട്ടായി ഒരു ക്ലിപ്പ്. അപ്പൊ ഇനി ഞാൻ രണ്ടാമത്തെ ക്ലിപ്പ് ഞാൻ ഇവിടെ ഈ ഒരു ഭാഗത്തുനിന്ന് വേറൊരു ആംഗിളിൽ ഷൂട്ട് ചെയ്യുന്നു. ഓക്കെ, 3. പിന്നെ മൂന്നാമത്തത് ഞാൻ ഈ ഒരു ഭാഗത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്നു. ഓക്കെ. പിന്നെ നാലാമത്തത് ഞാൻ എന്റെ കൊട ഷൂട്ട് ചെയ്യുന്നു. ഓക്കെ. ഇനിയിപ്പോ ഇതിപ്പോ നോക്കിക്കോണേ എങ്ങനെ വീഡിയോ വരുന്നതന്നെ. കൊള്ളാലോ. എന്നിട്ട് ഇത് നമുക്ക് സേവ് ചെയ്യാം. ഫോണിൽ ഓട്ടോമാറ്റിക്കലി ഈ സാധനം സേവ് ആയിട്ട് ഒരു വീഡിയോ ക്ലിപ്പായിട്ട് അവിടെ കിടക്കും.
എന്നിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ഷോർട്ട് ക്ലിപ്സ് നമുക്ക് ഇവൻ തന്നെ എഡിറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി തരുന്ന ഒരു സാധനം. എനിക്കത് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ അത് ശരിക്കും നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫോൺ. ടു ബി ഫ്രാങ്ക്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇഷ്ടപ്പെടും. പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ വർക്കിംഗ് സ്റ്റേഷൻ ആണ് കേട്ടോ. വീട്ടിലുള്ള സമയത്ത് വീഡിയോ എഡിറ്റിംഗ് പരിപാടികളൊക്കെ നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഇതിൽ ഇങ്ങോട്ട് ഞാൻ ക്യാമറ കാണിക്കുന്നില്ല. ഇവിടെയൊക്കെ ബാക്ക് സൈഡിലൊക്കെ ഫുൾ ചന്തയായിട്ട് കിടക്കുകയാണ്. നമ്മളിപ്പോൾ മുൻഭാഗം മാത്രം ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇൻസ്റ്റാ മിനി ക്യാമറ നമ്മൾ കാണിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ, കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഫോട്ടോ എടുത്താൽ നമുക്ക് ഫിലിം ഉണ്ടോ? ഫിലിമുണ്ട്. ഇങ്ങോട്ട് നോക്ക്. അയ്യോ, എന്റെ കണ്ണടച്ചു പോയി. ഇതേ വരുന്നു ശ്വേതയുടെ ഫോട്ടോ. അപ്പൊ ഇനി എന്തിയാണത്? ഒന്ന് ഷേക്ക് ചെയ്യണം. ഒന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫോട്ടോ ഇതിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോ ഇട്ടിട്ടുണ്ടോ? അതെവിടെയോ കൊണ്ടുവച്ചിരിക്കുക അല്ലേ? അതേ അവിടെ ഇരിക്കട്ടെ. കാണിച്ച് നമ്മൾ നേരത്തെ എടുത്ത 2 ഫോട്ടോ ഉണ്ടല്ലേ, അത് ഞങ്ങൾ നേരത്തെ എടുത്താണ്. അത് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇനി അത് ചുമ്മാ അടച്ചു കഴിഞ്ഞാൽ ഓഫ് ആവൂല്ലേ? യെസ്. ഇത് ഇച്ചിരി എടുത്തത് ഓവർ എക്സ്പോസ്ഡ് ആയെന്ന് തോന്നുന്നു. ഫ്ലാഷും ഇവിടെ ഓൾറെഡി മൊത്തത്തിൽ ലൈറ്റപ്പ് ഒക്കെ ചെയ്തോണ്ട്, എന്നിട്ട് പറഞ്ഞ വേസ്റ്റ് ആക്കിയെന്ന് പറഞ്ഞോണ്ട് എന്നെ ഇപ്പൊ തെറി പറഞ്ഞ ശ്വേത. പിന്നെ നമുക്ക് എന്താ പറയാ, നമ്മുടെ ക്യാമറകളും ബാക്കിയുള്ള സംഭവങ്ങളും അത്തരം സാധനങ്ങളെല്ലാമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ ഓൾറെഡി നിങ്ങളെ കാണിച്ചതാണ്. നമ്മളിപ്പോ പുതിയതായിട്ട് വാങ്ങിച്ച GoPro Hero 9 അത് നമ്മൾ വ്ളോഗ് ചെയ്യാനായിട്ട് ഷൂട്ട് ചെയ്തു. പിന്നെ നമ്മള് യാത്ര പോകുന്നതിന് മുമ്പ് വാങ്ങിച്ച Canon G7X Mark II, Mark III അല്ല, Mark II നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ GoPro GoPro Max, പിന്നെ GoProയുടെ പെട്ടി സംഭവങ്ങളൊക്കെ ഇരിക്കുന്നു. അപ്പൊ റെഡി അല്ലേ? കുറച്ചുകൂടെ തെളിഞ്ഞു വന്നു. ഇനിയിപ്പോ കുറച്ചുകൂടെ തെളിഞ്ഞു വരും. ഓക്കെ. വലിയ ദീർഘദൂര യാത്രകളൊന്നും ഈ അടുത്ത ദിവസങ്ങളിലില്ല. കാരണം നിങ്ങൾക്ക് എന്താണെന്നറിയാം, പുറത്തേക്ക് പോകാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിലവിലത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറച്ച് അനിശ്ചിതത്വങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് ഒന്ന് യാത്ര ഇന്ത്യക്കുള്ളിൽ മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും കിടിലൻ വീഡിയോകൾ നമ്മളുടെ ചാനലിൽ അടുത്ത ദിവസങ്ങളിൽ വരും. പുറത്തേക്കുള്ളൊരു യാത്രയുണ്ട്. അതൊരു 1.5 യാത്രയായിരിക്കും. പോയി കഴിഞ്ഞാൽ പിന്നെ കുറെ രാജ്യങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് കറങ്ങി തിരിച്ചു വരുന്നൊരു യാത്രയായിരിക്കും. കാത്തിരിക്കുക. കിടിലൻ വീഡിയോകളുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.